പാൻറ് ഇടാന്ന് നടക്കുന്ന ആളുകൾ, മലയാളത്തിന്റെ അക്ഷരലിപി തന്നെ വേറെ രീതിയിൽ, അല്ലെങ്കിൽ വാക്കുകൾ വേറെ രീതിയിൽ. അപ്പം മാത്രമല്ല ഇതിനകത്ത് ഒരു ഗുരുവും കൂടിയാണ്, ഒരു മാസ്റ്ററും കൂടിയാണല്ലോ. അപ്പം നമുക്കറിയാത്തൊരു കാലഘട്ടത്തിൽ വേണ്ടി ഇപ്പോൾ ബാക്കപ്പ് ഒക്കെ നന്നായിട്ട് എടുത്ത ആക്ടർ ശ്രീ മമ്മൂക്കയൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അദ്ദേഹം ഈ പടക്കം വീരകഥ ചെയ്യുമ്പോൾ ആ ഡയലോഗ്സ് MT സാറിനെ കൊണ്ട് തന്നെ നറേറ്റ് ചെയ്യിപ്പിച്ച് CD-യിലാക്കി കാറിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഗംഭീര ഡയലോഗുകൾ പറയുന്നത്. അപ്പൊ ഇതൊരു ഇന്റേണൽ പ്രോസസ്സ് കൂടി ഉണ്ടല്ലോ, അത് എത്രമാത്രം അക്കാഡമിക്കായിട്ട് സമീപിക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ. ഈ സിനിമയുടെ ഇത് പൂർണ്ണമായിട്ടും ഞാൻ എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ ചെയ്യാറ്. ഭയങ്കരമായിട്ട് ഡയറക്ടറിനെയും റൈറ്ററിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അത് തന്നെ ആവണം ഇവരുടെ മനസ്സിൽ എന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷന് ഇവരുടെ സഹായം ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് സുരേഷ് ഏട്ടനത് ചെയ്തിട്ടുള്ളത്. പിന്നെ 1950 60 നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ ഇറങ്ങുന്നത് 2026 കാരണം കൊണ്ട് പലതും നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ അതൊരു കല്ലുകടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സമയത്ത് ആളുകൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന, എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പല വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡയലോഗ് വരുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ഉടനെ തന്നെ സുരേഷ് ഏട്ടൻ്റെ അടുത്താണ്. കാര്യം കൂട്ടത്തിൽ പ്രായമുള്ള ആൾ പുള്ളി ആയതുകൊണ്ട് ഇങ്ങനെ പഴയ വാക്കുകളെ പറ്റി ഞങ്ങളെക്കാൾ ധാരണ അദ്ദേഹത്തിനുണ്ടാകും എന്നുള്ളതുകൊണ്ടും മാത്രമല്ല പുള്ളി നല്ല വായനയും റിസർച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെയുള്ള വാക്കുകൾ പരമാവധി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ 50s തന്നെ സംസാര രീതി നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഈ 75 വർഷത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഭയങ്കരമായിട്ട് നാടകീയമായിട്ടൊക്കെ തോന്നിയേക്കാം ആ വാക്കുകൾ തന്നെ. ഇപ്പോൾ എനിക്ക് ഒരു പഴയ പുസ്തകത്തിൽ ഞാൻ വായിച്ചാണ്, നമ്മളിപ്പോൾ വളരെയധികം എന്ന് പറയുന്നത് പണ്ട് വളരെ ധാരാളം എന്ന് പറയുന്നൊരു യൂസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂസേജ് ഇപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്നൊന്ന്, അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന, എന്നാൽ ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്ന പോലെ അല്ലാതെ അപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എഫേർട്ട് തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. സിനിമ ഷൂട്ടിൻ്റെ സമയത്തും ത്രൂ ഔട്ട് എന്തെങ്കിലും ഡയലോഗിൽ മാറ്റം വന്നാലും അപ്പോഴും നമ്മൾ അതിനകത്തുള്ള ഓരോ വാക്കും പുതിയ വാക്കുകളാവാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ ഷൂട്ടിനെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം 3 ദിവസം മുമ്പ് തന്നെ ഞാൻ അവിടെ തൊടുപുഴയിൽ ചെന്നു. ഞാൻ അവിടെ ഒരു വീടെടുത്തിട്ടാണ് ഞാൻ എപ്പോഴും താമസിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുക, ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെ. അപ്പോൾ ആ ബോയ്സ് ഹോസ്റ്റലിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഡിജോയും വരും. എന്നിട്ട് ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന്, അപ്പോൾ എനിക്കും ഡിജോയിൽ നിന്ന് വേണം ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. എങ്ങനെയാണ് ഡിജോ ഞാനിത് പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് ഡിജോയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു സ്പേസ് ആയത് കാരണം കൊണ്ട് എനിക്ക് അഭിനയിച്ച് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ റൂമിന് നിലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ, അല്ലാതെ നമ്മൾ മൊത്തം ഈ സിനിമയുടെ സെറ്റപ്പിൽ അഭിനയിക്കുന്നതല്ല പറയുന്നത്. ഇരുന്ന ഡയലോഗിന്റെ മോഡുലേഷനും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് വേണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും എനിക്ക് ചെയ്യാവുന്നത്, ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഒരു ടൂളാണ്. ആ ടൂളായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കുക, ഒപ്പം എൻ്റെ മനോധർമ്മം കൂടെ സ്വാഭാവികമായിട്ടും അഭിനയത്തിൻ്റെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത ഒരു 4-5 മാസം അല്ലേ, 5 മാസത്തോളം നമ്മൾ അവിടെ തന്നെ തൊടുപുഴ തന്നെയായിരുന്നു. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള സംസാരങ്ങളിലേക്ക് ഇടയ്ക്കാണ് നമ്മൾ നാളത്തെ സീൻ അപ്പോൾ ഇങ്ങനെയായിരിക്കില്ല അങ്ങനെ ആയിരിക്കും, അങ്ങനത്തെ ഒരു നമ്മുടെ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയും നടക്കും. ഇതെല്ലാം ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം, ഇംപ്രവൈസേഷൻസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവർക്ക് രണ്ടാൾക്കുമാണ്. അതുപോലെ സിനിമയും നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അത് ഇവർക്ക് രണ്ടുപേർക്കുമാണ് എൻ്റെ ക്രെഡിറ്റ്. നമ്മളൊക്കെ അതിനകത്ത് ടൂൾസ് മാത്രമാണ്. നന്നായിട്ടുണ്ട്, കഴിക്കണ്ട. അതായത് എത്ര ഫൈറ്റ്, പഞ്ച് ഡയലോഗ് ആ രീതിയിലാണോ ടോവിനോ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? അല്ല, ഈ പള്ളിച്ചട്ടമ്പി എന്ന പേര് ഇപ്പൊ പറഞ്ഞ നാടൻ മാസ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്, ഒരു നാടിന്റെ സിനിമയാണ്. 1950 തൊട്ട് 60കളിൽ വരുന്ന ഒരു
ആ ഒരു പശ്ചാത്തലം മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ സിനിമ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക് ഡ്രോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി ആ നാടും ആ നാട്ടിലെ നായകന്റെ കഥയാണ് പള്ളിച്ചട്ടം. ആ പേര് എങ്ങനെ വന്നു ചേർന്നു, ഇതെല്ലാം ആക്ച്വലി സിനിമയുടെ ഭാഗമാണ്. ചട്ടമ്പി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ പള്ളിച്ചട്ടമ്പി അതെന്തിന്, എങ്ങനെ, അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഓവറോൾ ഒരു ഡ്രൈവ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചട്ടമ്പി എന്ന് പറയുന്ന പോലെ, ഇപ്പം നേരത്തെ ടോബി പറഞ്ഞ പോലെ ഓരോ വാക്കും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു അർത്ഥമല്ല ഇപ്പം ആക്ച്വലി ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു തല്ലുണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പറയും എടാ ചട്ടമ്പി തരം കാണിക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കോൺവെർസേഷൻ വരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല. പണ്ട് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടലി വേറൊരു ഡൈമെൻഷൻ ആയിരുന്നു ആ വാക്കിൻ്റെ അർത്ഥത്തിന് പോലും. അതായത് ചട്ടങ്ങൾ അറിയാവുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലാണ് ആ ക്യാരക്ടർ ഡിപ്പിക്ട് ചെയ്തത്. ഒരു നാടിൻ്റെ നായകനായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട മാസ് എലിമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഡയലോഗുകളാണെങ്കിലും ഫൈറ്റുകളാണെങ്കിലും എല്ലാം, ഈ പറഞ്ഞ ഫാമിലി ഇമോഷൻ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അളവിന് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നും അധികമായിട്ട് വെച്ചിട്ടില്ല. കാര്യം ഈ സിനിമ തന്നെ ഏകദേശം 2.25 മണിക്കൂർ ആണ് നമ്മുടെ സിനിമയുടെ ലെങ്ത്തും. അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം കറക്റ്റ് അളവിനാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റുണ്ട്, പാട്ടുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയാണ് നിങ്ങളിപ്പോൾ മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ, നേരെ വന്ന് കണ്ടിട്ട് പറഞ്ഞു. ഇതിന്റെ ട്രെയിലറിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ ലുക്കിൽ സാമ്യം വരുന്ന രീതിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെന്തോടെ എന്താ പറയാനുള്ളത്? റെഫറൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതായത് മമ്മൂക്കനായിട്ടല്ല, വേറെ ഏതെങ്കിലും കഥാപാത്രത്തിന്റെ? അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് രാത്രിയൊക്കെ ടോബി പറഞ്ഞാൽ ടോബിയുടെ ഹോസ്റ്റലിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മൾ സിനിമകൾ കാണും, പഴയ സിനിമകൾ കാണും. ഇപ്പോൾ ഐ വി ശശി സാറിൻ്റെ സിനിമ തൊട്ട് പലതും കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മറവത്തൂർ കനവ്, നരൻ, അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ചർച്ചയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ലുക്ക് ഞങ്ങൾ 2019 നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും ഈ ലുക്ക് കിട്ടണം. അപ്പം അന്ന് തൊട്ടേ ഈ ലുക്കിലേക്ക് നമ്മുടെ ചട്ടമ്പി കിട്ടണം എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് ടോവി പറഞ്ഞ പോലെ ലാസ്റ്റത്തെ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് മുടിയൊക്കെ മീശയൊക്കെ വളർത്തിയിട്ടാണ് നമ്മൾ ഫൈനലി തലമുടി വെട്ടുന്നതിന് മുന്നേ റെഡിയല്ലേ അടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തലമുടി അതേപോലെ പറ്റ വെട്ടിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങൾ കണ്ട കാലഘട്ടത്തിൽ, ഇപ്പം ഞാനും സുരേഷ് എന്നൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ നമ്മളൊരു ചട്ടമ്പി എന്ന് പറയുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മറവത്തൂർ കനവ് മാത്രമല്ല, നമുക്ക് ഒരുപാട് സിനിമകളുടെ റെഫറൻസുകൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് അന്ന് വരപ്പിച്ച ഇമേജിലോട്ട് ഞങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകൾ ഇൻസ്പയർ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനും അല്ലെങ്കിൽ നിങ്ങൾ പോലും ആ കാലഘട്ടത്തെ ഒരുപാടൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളുടെ പേരൻസിനോട് ചോദിച്ചാൽ പോലും അവർക്കൊരു പെർട്ടിക്കുലർ, അവർ ആ സമയത്ത് ജനിച്ചിട്ടേ ഉണ്ടാവും, അപ്പോൾ അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ കണ്ട സിനിമകളും ഇവരോടൊക്കെയുള്ള ചർച്ചയും സുരേഷ് ഏട്ടനുമായിട്ടൊക്കെ കോർത്തിണക്കിയിട്ടാണ് ആ ലുക്കിലേക്ക് വന്നത്. ആ സിനിമ മാത്രമല്ല, പഴയ കാലം റെഫർ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞങ്ങളുടെ റെഫറൻസിലുള്ളത്. എന്താ പറയുക, നമ്മുടെ ഇമാജിനേഷൻ, ആ കഥാപാത്രം നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നത്. അത് നമുക്ക് പല കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കും, പല എഴുത്തിൽ ഏറ്റവും ഫൈനലൈസ് ചെയ്യുമ്പോൾ പല മാറ്റങ്ങൾ വരുത്തേക്കാം. പക്ഷേ ഇന്നത്തെ ഒരു സൊസൈറ്റി ജീവിക്കുന്ന സമയത്ത് പല ക്രൈറ്റീരിയസ് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ വിൻറ്റേജ് സ്റ്റോറി ആണെങ്കിലും ശരി, കറണ്ട്ലി ഉള്ള സ്റ്റോറിയാണ് ശരി. അപ്പോൾ പള്ളിച്ചട്ടമ്പിക്കയിൽ ശരിക്കും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കേട്ടിരുന്നു. എത്രത്തോളം ടഫായിരുന്നു ഇപ്പോൾ ഈ പോയിന്റ് വരെ നിൽക്കുമ്പോൾ? അത് ഈ കാലഘട്ടത്തിൽ ആ സിനിമ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളല്ല. നമ്മളിപ്പം സ്റ്റോറിയിൽ സെൻസറിങ്ങിന്റെ ഇഷ്യൂസ് നടന്നിരുന്നു. അപ്പം ഒരു കഥ ചെയ്ത് ആദ്യമേ സ്റ്റോറി പിന്നീട് ഒന്ന് പൊളിച്ചു മാറ്റി എന്ന് കേട്ടിരുന്നു. അല്ല, അത് ആക്ച്വലി സെൻസർ ഇഷ്യൂ അതും തമ്മിൽ ബന്ധമില്ല. പക്ഷെ നമ്മൾ 2018 ഈ സിനിമയുടെ തോട്ട് സുരേഷേട്ടൻ പറയുന്ന അന്ന് തൊട്ട് നമ്മൾ ഏകദേശം ഒരു 8 വർഷം എടുത്തു ഇന്നിപ്പോൾ ഈ സിനിമ പൂർത്തിയായി. അപ്പം അതിൻ്റെ ഇടയിൽ ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓരോ സിനിമകൾ വരിക. അപ്പം നമുക്കറിയാലോ നമ്മളുടെ സിനിമയുടെ മെയിൻ പ്ലോട്ട് സെയിം തന്നെയാണ്. നമ്മുടെ നായകൻ, നാട്, ഇതെല്ലാം സെയിം, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പ്ലേസ്മെന്റിൽ കുറേ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കൂടുമ്പോൾ ചില ഒരു 2-3 വേരിയേഷൻസ് ഞാനും സുരേഷേട്ടനും മാറ്റി ഞങ്ങൾ ഏകദേശം ഒരു 3 ഡ്രാഫ്റ്റോളം ആക്കിയിട്ടാണ് നമ്മുടെ ഫൈനൽ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. അതിലേക്ക് എത്തിയിട്ട് പിന്നെ സബ് ലെയേഴ്സ് ഒക്കെ കുറേ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അതൊക്കെ ബേസിക്കലി കാലഘട്ടം ആവശ്യപ്പെട്ട മാറ്റങ്ങളാട്ടോ. അതായത് മുന്നേ ഒരു സിനിമയുടെ ഒരു ബേസ് സെക്ഷൻ അങ്ങനെ വന്നെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കേണ്ട, പകരം അതിൻ്റെ പ്രമേയം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് വേറൊരു ഏരിയ വെക്കാമെന്ന്. പക്ഷെ നമ്മുടെ ബേസ് പ്ലോട്ട് സെയിം തന്നെയാണ്. പിന്നെ ഈ സെൻസറിൻ്റെ കാര്യം പറഞ്ഞത്, അത് നമ്മുടെ കാലഘട്ടം ആക്ച്വലി
ഞാൻ പറഞ്ഞില്ലേ 1900 കേരളം ആക്ച്വലി 1957, 58 കാലഘട്ടമൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാലോ. ഈ EMS ഭരണത്തിൽ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം ആ കാലഘട്ടം നമ്മളുടെ ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് വരുന്നതുകൊണ്ട് ചെറിയ ചെറിയ പരാമർശങ്ങൾ, പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ട്വീക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെൻസറിലാവും. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ നമുക്ക് ബേസിക്കലി ഉണ്ടായിരുന്ന എലക്ഷൻ വന്നതുകൊണ്ടാണ് നമുക്കത് ഒന്ന് മാറ്റി 10-ാം തീയതി വെച്ചത്. പക്ഷെ അപ്പോഴും നമുക്ക് സെൻസർ കിട്ടാണ്ട് വന്നുകൊണ്ട് പിന്നീട് അത് മാറ്റി 15-ലേക്ക് ആക്കിയിരുന്നു. അതാണ് എൻ്റെ ഒരു